ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ്. വീഡിയോ ചെറുതാണെങ്കിലും ഇത് എനിക്കൊരു വലിയ വീഡിയോ ആണ് ഗൈസ്. അതിന് കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ടെക് വീഡിയോസ് ഇടുമ്പോൾ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ബ്രോ ആൻഡ്രോയിഡ് ഫോൺ ആണോ നല്ലത് ഐഫോൺ ആണോ നല്ലതെന്ന്. ഗൈസ്, ആൻഡ്രോയിഡ് ആണോ ഐഫോൺ ആണോ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ തരാൻ പറ്റത്തില്ല. അതായത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടം ഐഫോൺ ആണ്. ഞാൻ ഐഫോണേ പറയത്തുള്ളൂ, ആൻഡ്രോയിഡ് ഞാൻ ഒരിക്കലും പറയത്തില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഐഫോൺ 6s ആണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതിലൂടെ തന്നെ എനിക്ക് മനസ്സിലായി. അതായത് ഞാൻ ഒരു ടൈമിൽ 15,000 രൂപയ്ക്ക് ഐഫോൺ 6s സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചു. ആ ഒരു സമയത്ത് നിൽക്കുന്ന ഏത് ആൻഡ്രോയിഡ് ഡിവൈസും 15,000 രൂപ എടുത്ത് പുത്തം വാങ്ങിച്ചാൽ പോലും കിട്ടാത്ത പെർഫോമൻസ് എനിക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ഐഫോൺ 6sൽ എനിക്ക് കിട്ടി. അതിൽ ഞാൻ പബ്ജി ഗെയിം പ്ലേ റെക്കോർഡും ചെയ്തു, എഡിറ്റും ചെയ്തു ഒക്കെ ഈ ഒരു 6s. അത് വെറും 16 GB സ്റ്റോറേജ് ഉള്ള ഫോണിലായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി ഐഫോണിൻ്റെ പവർ. അന്നോട്ട് ഞാൻ ഗൈസ് ഐഫോണാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് നാൾ കഴിഞ്ഞു ഞാൻ ഐഫോൺ 30 Pro Max വാങ്ങിച്ചിരുന്നു. അതും ഞാൻ അത്യാവശ്യം 2 കൊല്ലം അടുത്ത് യൂസ് ചെയ്തു. പക്ഷേ എനിക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ എൻ്റെ കയ്യിൽ കാശൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഐഫോൺ 15 Pro Max ഇറങ്ങിയത്. ഫോൺ കണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഐഫോൺ 30 Pro Max ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുതിയ ഡൈനാമിക് ഐലൻഡും അതുപോലെ തന്നെ പുതിയ ക്യാമറ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് ഫൈനലി ഞാൻ കാശ് കൂട്ടി വെച്ച് ഐഫോൺ 15 Pro Max വാങ്ങിച്ചേക്കണേണ് ഗൈസ്. അപ്പോൾ ഞാനിത് എവിടെ നിന്ന് വാങ്ങിച്ചതെന്നല്ലേ, ഞാൻ വാങ്ങിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഗൈസ്. നിങ്ങളത് പോയി കണ്ടിട്ട് വാ. അതുപോലെ തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഐഫോൺ 30 Pro Max ഞാൻ അവിടെ വിറ്റിട്ടാണ്. എനിക്ക് അത്യാവശ്യം കാശിന് അവർ സെല്ല് ചെയ്ത് തന്നു. സെല്ല് ചെയ്തിട്ടാണ് ഞാൻ കുറച്ചുകൂടി കാശ് കൂട്ടിയിട്ട് ഐഫോൺ 15 Pro Max വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി ഞാൻ വാങ്ങിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് വാ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ മൊബൈൽ എടുക്കാൻ വേണ്ടി ആപ്പിൾ മൊബൈൽ സ്റ്റോർ കൊടുങ്ങല്ലൂരിൽ എത്തിയിട്ടുണ്ട്. എംടെലിൻ്റെ തന്നെ സ്റ്റോറാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അൺബോക്സ് ചെയ്തല്ല, ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫോൺ അൺബോക്സ് ചെയ്യാം ഗൈസ്. കുറേ നാളത്തെ ഡ്രീമാണ്. അപ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അൺബോക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് ഫോൺ ബൂട്ട് ചെയ്തിട്ടുണ്ട്, ഓൺ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഫുൾ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഫോൺ വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ ഫോൺ വാങ്ങിച്ചു ഗൈസ് ഐഫോൺ 15 Pro Max ടൈറ്റാനിയം ബ്ലാക്ക് ആണ് ഗൈസ് നമ്മൾ വാങ്ങിച്ചത്. നമ്മുടെ കയ്യിൽ ഫോൺ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ 3 ദിവസമായി ഗൈസ് ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, 100% സാറ്റിസ്ഫൈഡ് ആണ്. ഐഫോൺ 30 Pro Max നിന്ന് ഈ ഒരു 50 Pro Maxലേക്ക് വരുമ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ് എനിക്ക് കുറച്ച് ലൈറ്റ് വെയിറ്റ് 30 Pro Max ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നോച്ച് ഡൈനാമിക് ഐലൻഡ് ആണ് വന്നേക്കുന്നത്. പിന്നെ ഹ്യൂജ് ഡിഫറൻസ് ഒന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ കൂടി ക്യാമറയുടെ ഒക്കെ ഭാഗത്ത് കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ പോലെയും പുതിയ ലെൻസൊക്കെ വന്നിട്ടുണ്ട്. അതും കൊള്ളാം. അതായത് പോർട്രേറ്റ് ഒക്കെ നമുക്ക് 5 എടുക്കാൻ പറ്റും. 30 Pro Maxൽ 3 വരെ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ സിനിമാറ്റിക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 4Kയിൽ 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് 30 Pro Maxലും അതുപോലെയുള്ള താഴെയുള്ള ഡിവൈസിലൊക്കെ ആണെങ്കിൽ നമുക്ക് 1080pയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷനാണ്. സോ എന്താ പറയുക, നമ്മളിപ്പോൾ ആപ്പിളിൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ നല്ല ഹാപ്പിയാണ്. പിന്നെ വേറൊരു കേസ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ്, ഈ ഒരു ഫോൺ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംടെൽ എന്ന് പറഞ്ഞിട്ടുള്ള മൊബൈൽ ഷോപ്പാണ്. ഇത് ഞാൻ പ്രൊമോഷനായിട്ട് പറയേണ്ടല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന 30 Pro Max ഞാൻ സെല്ല് ചെയ്തിട്ട് വിറ്റിട്ടായിരുന്നു ഈ ഒരു ഫോൺ എടുത്തത്. അപ്പോൾ ആ ഒരു ഫോൺ വിൽക്കാനായിട്ട് ഞാൻ ഒരുപാട് ഷോപ്പുകൾ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ റേറ്റ് ചോദിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ ഷോപ്പുകളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എംടെൽ എന്ന് പറഞ്ഞിട്ടുള്ള മൊബൈൽ ഷോപ്പാണ് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ആ ഒരു ഫോൺ വാങ്ങിച്ചത് അവർ. അതായത് ആ ഒരു ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച റേറ്റിനും അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള കാശും കൂടി കൂട്ടി വെച്ചിട്ടാണ് ഗൈസ് ഈ ഒരു ഫോൺ എനിക്ക് എടുക്കാൻ പറ്റിയത്. അവർ ആ ഒരു ഫോൺ വാങ്ങിക്കുന്ന റേറ്റ് കുറഞ്ഞിരുന്നെങ്കിൽ എനിക്കിത് എടുക്കാൻ പറ്റില്ല. വീണ്ടും ഞാൻ കാശ് ഉണ്ടാക്കേണ്ടി വന്നേനെ ഇത് എടുക്കാനായിട്ട്. പക്ഷേ അവർ എന്താ പറയുക, നല്ല രീതിക്ക് ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു. നല്ല റേറ്റിന് ഫോൺ എനിക്ക് തരുകയും ചെയ്തു. ഞാൻ വിചാരിക്കാത്ത റേറ്റിന് എനിക്ക് അവർ ഫോൺ തരുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്കും അവിടെ നിന്ന് ഇതുപോലെ ഐഫോണൊക്കെ സെല്ല് ചെയ്ത് പുതിയ അടിപൊളി ഐഫോൺ നല്ല റേറ്റ് കുറവിന് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പോവാം, കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഡീറ്റെയിൽസൊക്കെ നമ്മൾ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമ്മൾ പുതിയൊരു ഫോൺ എടുത്തപ്പോൾ നിങ്ങൾ എന്തായാലും അറിയിക്കണം. നമ്മുടെ ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 50 Pro Maxനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽ റിവ്യൂ വേണമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ഇട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന വെറൈറ്റി ചാനൽ ടെക്നോ ഫ്ലിപ്പ്. പീസ് ഔട്ട്. ബൈ.